ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു IPO വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ IPO ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് 4-ാം തീയതി 4 IPOകളാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൽ നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ IPO ആണ് ദേവയാനി. ഇപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ പല ആൾക്കാരും ആദ്യമായിട്ട് കേൾക്കുന്നൊരു പേരായിരിക്കും. പക്ഷേ KFC എന്നും പിസ്സ ഹട്ട് എന്നും കേൾക്കാത്ത ആൾക്കാരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനി ഇന്ത്യയിൽ പിസ്സ ഹട്ടിൻ്റെയും KFCൻ്റെയൊക്കെ ഫ്രാഞ്ചൈസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് IPO ഓപ്പൺ ആവുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് IPO ക്ലോസ് ആവുന്നത്. നമ്മൾ ഈ പറഞ്ഞ 4 IPOകളിൽ ഏറ്റവും ഒരു ഗ്ലാമർ പരിവേഷമുള്ളൊരു IPO കൂടിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ IPO. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാരണം ഇന്ത്യയിൽ ലിസ്റ്റായിട്ടുള്ള ഫുഡ് ചെയിൻ ഓപ്പറേറ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഈവൺ അത് ലോസ് മേക്കിങ്ങിലാണെങ്കിൽ പോലും ഇപ്പം സൊമാറ്റോൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം സൊമാറ്റോൻ്റെ ഒരു കാര്യമാണ്. സൊമാറ്റോ പേപ്പറിൽ നോക്കുമ്പോൾ ലോസ് മേക്കിംഗ് കമ്പനിയാണ്, പക്ഷേ അത് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കൊടുത്തിട്ടുണ്ട്. ലെജൻഡ്സായ ആൾക്കാർ വരെ പറയുന്നുണ്ട് സൊമാറ്റോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന്. എന്നിട്ട് പോലും റീറ്റെയിലേഴ്സ് ഒരുപാട് പ്രതീക്ഷയോടെ നോക്കിക്കണ്ടൊരു IPO ആയിരുന്നു സൊമാറ്റോൻ്റെ IPO. അത് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിനും കൊടുത്തിട്ടുണ്ട്. ഇനി സൊമാറ്റോൻ്റെ കാര്യം മാത്രമല്ല, അതിന് മുൻപെടുത്ത ബെക്ടേഴ്സ് ഫുഡ് ആയാലും ബർഗർ കിങ് ആയാലും ജുബിലൻ ഫുഡ് വർക്ക്സ് ആയാലും എല്ലാവരും നല്ലൊരു ഗെയിൻ കൊടുത്തൊരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് ദേവയാനി ഇൻ്റർനാഷണലും അതേപോലെ ഒരു ഗ്ലാമർ പരിവേഷത്തിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ചരിത്രം മാത്രമല്ല, KFCയും പിസ്സ ഹട്ടും പോലത്തെ കമ്പനികളുടെ ഫ്രാഞ്ചൈസ് നടത്തുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു ബിസിനസ് മോഡൽ തന്നെയാണ്, വലിയൊരു ബിസിനസ് തന്നെയാണ്. അതിൻ്റെ ഒരു നെയിമും ബ്രാൻഡ് ഇമേജും കമ്പനിക്ക് നല്ലൊരു മൈലേജ് കൊടുക്കുന്നുണ്ട്. പോരാത്തതിൻ്റെ റീറ്റെയിലേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കമ്പാരിസൺ കൂടി നടത്തിയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് ഇത്തരം IPOകൾക്ക്. അപ്പോൾ നമുക്ക് നമ്മൾ വിഷയത്തിലേക്ക് വരാം. ദേവയാനി എന്ന കമ്പനി നിലവിൽ വരുന്നത് 1991 ഇപ്പോഴും ദേവയാനി ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസ് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പോരാത്തതിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു QSR ആണ്. QSR എന്ന് പറഞ്ഞാൽ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ. 2021 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ ദേവയാനി ഇൻ്റർനാഷണലിൽ 655 സ്റ്റോറുകളുണ്ട്. 155 സിറ്റീസിലായിട്ട് 655 സ്റ്റോറുകളാണ് ദേവയാനി ഇൻ്റർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രമുഖ ബ്രാൻഡിൻ്റെതാണ്. പിസ്സ ഹട്ടിൻ്റെതും KFCൻ്റെതും ടാക്കോ ബെൽ ബ്രാൻഡ്സിൻ്റെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. 3 ബിസിനസ് വേർട്ടിക്കൽസിലായിട്ടാണ് ദേവയാനി ഇൻ്റർനാഷണലിൻ്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തത് കോർ ബ്രാൻഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി സ്റ്റോഴ്സിൻ്റെയൊക്കെ ഇന്ത്യയിലെ ഫ്രാഞ്ചൈസാണ് ഇവർ ചെയ്യുന്ന ഒരു ബിസിനസ് വെർട്ടിക്കൽ. രണ്ടാമത്തത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഈ പറഞ്ഞ ബ്രാൻഡ്സിൻ്റെ തന്നെ ഇന്ത്യയിലെയും വിദേശത്തെയും നേപ്പാളിലൊക്കെ ദേവയാനി ഇൻ്റർനാഷണൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നേപ്പാളിൽ മാത്രമല്ല, നേപ്പാളിലും നൈജീരിയയിലും ഒക്കെ ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇവരുടെ രണ്ടാമത്തെ ഒരു വെർട്ടിക്കലാണ്. മൂന്നാമത്തത് അതർ ബിസിനസ്. അതായത് ദേവയാനി ഇൻ്റർനാഷണലിൽ തന്നെ സ്വന്തം സ്റ്റോറുകളുണ്ട്. വാങ്കോ, ഫുഡ് സ്ട്രീറ്റ്, മസാല ട്വിസ്റ്റ് തുടങ്ങിയ സ്വന്തം സ്റ്റോറുകളും ഇവർ നടത്തുന്നുണ്ട്. അങ്ങനെ 3 ബിസിനസ് വെർട്ടിക്കൽ മോഡൽസാണ് ദേവയാനി ഇൻ്റർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1991 ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി നിലവിൽ വരുന്നത്. ആ സമയത്ത് ഇവർ ജയ്പൂരിൽ ഒരു പിസ്സ ഹട്ടിൻ്റെ ഫ്രാഞ്ചൈസ് ഒരു സ്റ്റോർ എടുത്തിട്ടാണ് ഇവർ ബിസിനസ് തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിസ്സ ഹട്ടിൻ്റെയും KFCൻ്റെയും ഇന്ത്യയിലെ മൊത്തം ഫ്രാഞ്ചൈസ് ദേവയാനി ഇൻ്റർനാഷണലാണ് ചെയ്യുന്നത്. മാർച്ച് 31, 2021 വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിലെ മൊത്തം 264 KFC സ്റ്റോഴ്സും 297 പിസ്സ ഹട്ട് സ്റ്റോഴ്സും 44 കോസ്റ്റ കോഫി സ്റ്റോഴ്സുമാണ് ഇവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട്സ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കമ്പനി 2 കാര്യങ്ങളാണ് പറയുന്നത്. റീപേയ്മെൻറ്റ് ഓർ പ്രീപേയ്മെൻറ്റ് ഓഫ് കമ്പനീസ് ബോറോയിങ്സ് ഫുള്ളി ഓർ പാർഷ്യലി. മുഴുവനായിട്ടോ പകുതിയായിട്ടോ കമ്പനീൻ്റെ കടങ്ങൾ തിരിച്ചടക്കാനുള്ളൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ IPO ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാരണം ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്. കമ്പനീൻ്റെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് നമുക്ക് നോക്കാം. ഈ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. പ്രധാന കാര്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ദി പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഓഫ് വെൽ ഓർഗനൈസ്ഡ് QSR ബ്രാൻഡ്സ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, അതായത് KFC, പിസ്സ ഹട്ട് പോലത്തുള്ള വെൽ റെക്കഗ്നൈസ്ഡ് QSR ബ്രാൻഡ്സാണ് ഇവർ ചെയ്യുന്നത്, ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ളത്. രണ്ടാമത്തെ കാര്യം ലാർജസ്റ്റ് ഫ്രാഞ്ചൈസി ഓഫ് ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രാഞ്ചൈസാണ് KFCൻ്റെ പിസ്സ ഹട്ടിൻ്റെയൊക്കെ ഫ്രാഞ്ചൈസ് റൺ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ. ക്രോസ് ബ്രാൻഡ് സിനർജീസ് പ്രൊവൈഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെനിഫിറ്റ്സ്. Disciplined financial approach with strong focus on cash flow management.
ആൻഡ് സ്ട്രോങ് സ്റ്റോർ നെറ്റ്വർക്ക്. 264 KFC സ്റ്റോഴ്സും 297 പിസ്സ ഹട്ട് സ്റ്റോഴ്സും 44 കോസ്റ്റ കോഫി സ്റ്റോഴ്സും ഉണ്ടെന്നുള്ള നേരത്തെ പറഞ്ഞിരുന്നു. ഇത്രയാണ് കമ്പനീൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയാണ് KFCൻ്റെ പിസ്സ ഹട്ടിൻ്റെ ഒക്കെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസാണ്. ആ ഒരൊറ്റ പോയിന്റ് തന്നെ മതി കമ്പനീൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ദേവയാനി ഇൻ്റർനാഷണൽ IPOൻ്റെ ടൈം ടേബിളാണ്. IPO ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. IPO ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഇനീസിയേഷൻ ഓഫ് റീഫണ്ട്സ്, അതായത് അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പൈസ കിട്ടുന്ന പ്രൊസീജിയർ, ഇനീഷ്യേഷൻ ഓഫ് റീഫണ്ട്സ് നടക്കുന്നത് ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. ക്രെഡിറ്റ് ഓഫ് ഷെയർസ് ടു ദ ഡിമാറ്റ് അക്കൗണ്ട് ഓഗസ്റ്റ് 13-ാം തീയതിയാണ്. IPO ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. 1838 കോടി രൂപേൻ്റെ ഇഷ്യൂ സൈസുമായിട്ടാണ് ദേവയാനി ഇൻ്റർനാഷണൽ IPO മാർക്കറ്റിലേക്ക് വരുന്നത്. അതിൽ 440 കോടി രൂപേൻ്റെ ഫ്രഷ് ഇഷ്യൂവും 1398 രൂപയുടെ ഓഫർ ഫോർ സെയിൽ ഇഷ്യൂ ആണ് നടക്കാനിരിക്കുന്നത്. ഫേസ് വാല്യൂ 1 രൂപ പെർ ഇക്വിറ്റി ഷെയറാണ്. പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 86 രൂപ മുതൽ 90 രൂപ വരെയാണ്. ലോവർ ബാൻഡ് പ്രൈസ് 86 രൂപയും അപ്പർ ബാൻഡ് പ്രൈസ് 90 രൂപയാണ്. മാർക്കറ്റ് ലോട്ട് 165 ഷെയറാണ്. അതായത് ഒരു ലോട്ട് മിനിമം ആപ്ലിക്കേഷനാണ്, അതിൽ 165 ഷെയർ ഉണ്ടാവും. അപ്പോൾ ഒരു ലോട്ട് 165 ഷെയർസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ട മിനിമം ആപ്ലിക്കേഷൻ തുക 14,850 രൂപയാണ്. മാക്സിമം റീറ്റെയിൽ സബ്സ്ക്രിപ്ഷനായ 13 ലോട്ടിൽ 2,145 ഷെയറുകളാണ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം സബ്സ്ക്രിപ്ഷന് വേണ്ട തുക 13 ലോട്ട് 2,145 ഷെയർസ് വാങ്ങിക്കാൻ വേണ്ട തുക 1,93,050 രൂപയാണ്. 10% റീറ്റെയിൽ അലോക്കേഷൻ, അതായത് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ നിക്ഷേപകർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള കോട്ട 10%. സാധാരണഗതിയിൽ ഇതൊരു 35% വരെ ഉണ്ടാവുന്നതാണ്. പക്ഷേ നിലവിൽ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് റിസ്ക് അപ്പറ്റൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് 10% ഇത് നിജപ്പെടുത്തിയിട്ടുള്ളത്. കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സമ്മറിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത്ര ഭേദപ്പെട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലല്ല ഇപ്പോൾ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി നമ്മൾ നേരത്തെ സൊമാറ്റോൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ കമ്പനി ഇപ്പോൾ നിലവിലൊരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ലോസ് മേക്കിംഗ് കമ്പനിയാണ്. നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ 2019 ഫിനാൻഷ്യൽ ഇയറും 2020 ഫിനാൻഷ്യൽ ഇയറും 2021 ഫിനാൻഷ്യൽ ഇയറിൻ്റെയും ഫിനാൻഷ്യൽ സമ്മറി ഇവിടെ കാണാൻ പറ്റും. റവന്യൂ, എക്സ്പെൻസ്, നെറ്റ് ഇൻകം, മാർജിൻ എന്നിവ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 2019-ലും 20-ലും 21-ലും റവന്യൂവിൽ ഉപരി എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നെറ്റ് ഇൻകം ഇവിടെ നെഗറ്റീവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2019 ഫിനാൻഷ്യൽ ഇയറിൽ 1,323.7 കോടി രൂപയുടെ റവന്യൂവും എക്സ്പെൻസ് 1,394.8 കോടി രൂപയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. 2020 ഫിനാൻഷ്യൽ ഇയറിലും അത് തന്നെയാണ് സ്ഥിതി. 1,535 കോടി രൂപ റവന്യൂവും 1,646 കോടി രൂപ എക്സ്പെൻസും വന്നിട്ടുണ്ട്. അവിടെയും നെറ്റ് ഇൻകം നെഗറ്റീവാണ്. 2021 ഫിനാൻഷ്യൽ ഇയറിലെ സമ്മറി എടുത്ത് നോക്കുമ്പോൾ റവന്യൂ വരുന്നത് 1,198.9 കോടിയും എക്സ്പെൻസസ് വരുന്നത് 1,338.2 കോടിയുമാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയും നെറ്റ് ഇൻകം നെഗറ്റീവിലാണ് ഉള്ളത്. അപ്പോൾ ലോസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പനി ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒബ്ജക്ട്സ് ഓഫ് ദി ഇഷ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കമ്പനീൻ്റെ കടങ്ങൾ തിരിച്ചടക്കാൻ വേണ്ടി ഇന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സമ്മറി കണക്ക് പ്രകാരം കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് നിലവിൽ. രവികാന്ത് ജയ്പൂരിയ, വരുൺ ജയ്പൂരിയ, RJ കോപ്പ് ലിമിറ്റഡ് ഇവരാണ് ദേവയാനി ഇൻ്റർനാഷണൽ കമ്പനീൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് ഉള്ളത്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ പ്രീ ഇഷ്യൂ ഷെയർ ഹോൾഡിങ് 75.79% ആണ്. അതായത് ഇപ്പം IPOക്ക് മുമ്പ് 75.79 ഷെയർസും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിങ് 67.99 കുറച്ച് വരാനാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ് നോക്കുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ IPOൻ്റെ ലീഡ് മാനേജേഴ്സായിട്ടുള്ളത് 4 പേരാണ്. CLSA ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, എഡൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി ലിമിറ്റഡ്, മോത്തിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് ലിമിറ്റഡ്. ഇവർ 4 പേരുമാണ് ലീഡ് മാനേജേഴ്സ്. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് ദേവയാനി ഇൻ്റർനാഷണലിൻ്റെ IPO രജിസ്ട്രാറായിട്ട് ഉള്ളത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനീൻ്റെ IPOൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളെപ്പോഴും IPO വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ IPO സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സജഷൻ നമ്മൾ വീഡിയോയിൽ പറയാറില്ല. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ ദേവയാനി ഇൻ്റർനാഷണൽ IPO ഒരു ഗ്ലാമർ പരിവേഷത്തോടെ നിൽക്കുന്നതാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മുൻകാല ഫുഡ് ചെയിൻ സർവീസിൻ്റെ IPOകളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചുകൊണ്ട് ദേവയാനി ഇൻ്റർനാഷണൽ IPOവും മാർക്കറ്റിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി വെക്കണം. ഏതൊരു IPO ആയാലും, ഈ IPOൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ടൊരു IPO സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടേതായൊരു സ്ട്രോങ് സ്റ്റഡി വെച്ചതിന് ശേഷം മാത്രം IPO സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത് ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓഹരി വിപണിയിലെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.